ഇത് വളരെ ലാഘവ ബുദ്ധിയോടെ സർക്കാർ ഒരാളെ കണ്ടെത്തി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എന്തിനത് ചെയ്തു, എങ്ങനെയാണത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും അത് ടെൻഡർ വിളിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരിയായ രീതിയിലുള്ള ഒരു പ്രൊസീഡിങ്സ് നടത്തിയോ ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ഇഷ്ടക്കാരനെ വിളിച്ച് അല്ലെങ്കിൽ സർക്കാരിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സർക്കാരിലെ മന്ത്രിയോടോ മറ്റാരെങ്കിലോടോ അടുപ്പമുള്ള ഒരാൾക്ക് വിളിച്ചു കൊടുത്തു. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാനല്ല ഇത് പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞതിൽ നിന്നുള്ള അത് വളരെ വ്യക്തമാണ്. അപ്പോൾ കയ്യിൽ പണമുള്ള നല്ല ഒരു സ്പോൺസർ വന്നാൽ അതാരായാലും അവർക്ക് സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനമാണ് ആദ്യം നടന്നത്. ഇവിടെ സ്റ്റേഡിയം നന്നാക്കുന്നതോ സ്റ്റേഡിയം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതോ നമുക്കറിയാം. സ്റ്റേഡിയത്തെ സംബന്ധിച്ച് വലിയ ഒരു ചീത്തപ്പേര് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ തൃക്കാക്കര MLA അവിടെ വീണ ഒരു സാഹചര്യം, അതിനുശേഷം അവരെ കൈകാര്യം ചെയ്തത്, അവരെ എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളത്, അവിടെ അത്യാവശ്യം സെക്യൂരിറ്റി സിസ്റ്റം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, ആംബുലൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് ഒരു അന്തർദേശീയ നിലവാരമുള്ള ഒരു ഫുട്ബോൾ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തിനായിരുന്നു തിരക്ക്? സർക്കാരിനായാലും സർക്കാർ വെറുതെ ഏൽപ്പിച്ചു കൊടുത്ത സ്പോൺസർക്കായാലും തിരക്കെന്ന് പറയുന്നത് ഒരു തരം മാർക്കറ്റിംഗ് ആയിരുന്നു. ഇവിടെ മെസ്സി വരുന്നുണ്ട്, ഇവിടെ ഫുട്ബോൾ നടക്കുന്നുണ്ട്, ഇത് ഞങ്ങൾ 50 കോടിയോ അല്ലെങ്കിൽ 70 കോടിയോ ചെലവാക്കിയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് പൊങ്ങച്ചം മാധ്യമങ്ങളെ വിളിച്ചു പറയാനും അതിന് കൂട്ടു നിൽക്കുന്ന ഒരു സർക്കാരിനെയുമാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ടാണല്ലോ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് സംശയം വന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കാൻ തയ്യാറായത്. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇവിടെ ഇപ്പോഴും വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി ഞാൻ ഇതിൻ്റെ GCDയുമായിട്ടും ഒക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 50,000 പേര് ഇരുത്തുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ് ഫിഫയുടെ നിഷ്കർഷ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സെക്യൂരിറ്റി സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ളത്, ചുറ്റുമതിൽ എത്രത്തോളം ഹൈറ്റിൽ ഉണ്ടാവണം എന്നുള്ളത്, അതിനനുസൃതമായി തന്നെ അതിന് ചുറ്റുപാടുമുള്ള, നമുക്കറിയാം ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നെങ്കിലും ഒരു സിറ്റുവേഷൻ. ഇപ്പോ ഈ GCD കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ മരം വെട്ടാനുള്ള പണിയൊന്നുമില്ല. എന്തിനായിരിക്കും മരം വെട്ടിയത് അവിടെ? അവിടെ അതാണ് ഞാനത് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഈ പറയുന്നത് പോലെ ബൗണ്ടറി വോൾ കെട്ടുന്നത് അത് ഏത് സ്പെസിഫിക്കേഷൻ വെച്ചാണെന്നുള്ളതിനകത്തും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം കൊച്ചി നഗരസഭയ്ക്ക് ഒരു ബൗണ്ടറി വോൾ കെട്ടുന്നതിന് ഒരു ഹൈറ്റിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതിലും ഹൈറ്റ് കൂട്ടിയാണ്. അതിനി ഫിഫയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ആണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. അത് ഫിഫയുടെ ഇവിടെ പ്രതിനിധിയുണ്ട്, അദ്ദേഹം പറയട്ടെ. അത് അവിടെ ചുറ്റുവട്ടത്തുള്ള താമസിക്കുന്ന ആളുകൾക്ക് കാറ്റും വെളിച്ചവും പോലും കയറാത്ത രീതിയിലുള്ള ഹൈറ്റിലേക്കാണ് അവിടെ ചുറ്റുമതിൽ പണിയുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു പരാതി ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ആ പ്രദേശത്തുള്ളവർക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ഈ ചുറ്റുമതിൽ പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മരങ്ങൾ വെട്ടിയത്. മരങ്ങൾ വെട്ടുമ്പോൾ ട്രീ കമ്മിറ്റി കാണണമെന്നും അത് കൊച്ചി നഗരസഭയുടെ ട്രീ കമ്മിറ്റിയുടെ സാങ്ഷൻ വേണമെന്നും ഒക്കെ ഉണ്ട്. അത്തരത്തിലൊന്നും വാങ്ങിച്ചതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്കും അറിയില്ല. അപ്പോൾ പ്രധാനപ്പെട്ട എൻട്രൻസിലുള്ള മരങ്ങളൊന്നും വെട്ടിയതായിട്ട് കാണുന്നില്ല. പക്ഷേ ചുറ്റുപാടുമുള്ള മരങ്ങൾ പലതും വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ തോന്നുന്നു എനിക്കൊരു 4-5 വർഷം മുമ്പ് GCയുടെ ഈ ചെയർമാൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ഒരു നക്ഷത്രക്കാട് എന്ന് പറഞ്ഞ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മരങ്ങൾ നട്ടിരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയും ഇപ്പോൾ ആകെയെല്ലാം കിളച്ചു മാന്തി ഇട്ടിരിക്കുകയാണ്. അവിടെ എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു അവ്യക്തമായ രീതിയിലാണ് അവിടെ ഈ പണികൾ നടക്കുന്നത്. ഇത് നടത്തുന്നത് ആരാണ്? ഇപ്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള ഗ്രാഹ്യമുള്ള ഒരാളല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫിഫയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഈ സ്പോൺസറുടെ ഉത്തരവാദിത്തം എന്താണ്? സ്പോൺസറെ സംബന്ധിച്ച് അവർ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളത്, അവരിപ്പോൾ ചെയ്ത ഈ മാർക്കറ്റിംഗ് ഒരു വേലയുണ്ടല്ലോ,
ഇവർ ആളുകൾ എല്ലാ മാധ്യമങ്ങളെ വിളിച്ച് ഞങ്ങളാണിത് ചെയ്യുന്നത്, ഞങ്ങളാണ് കോടികൾ മുടക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു രീതി, അത് അവരത് ഫ്ലെക്സ് വെച്ചോ അല്ലെങ്കിൽ മറ്റുള്ള പരസ്യ പ്രചരണങ്ങളിലൂടെയോ ഒക്കെ കാണിക്കും. അതാണല്ലോ നമ്മൾ എത്രയോ നമ്മൾ ഇൻ്റർനാഷണൽ ഗെയിമുകൾ നമ്മൾ കാണുന്നു, ഇന്ത്യക്ക് വെളിയിൽ എന്തെല്ലാം ഗെയിമുകൾ നമ്മൾ കാണുന്നു, അവിടെയൊക്കെ സ്പോൺസേഴ്സിൻ്റെ ജോലി അത് മാത്രമാണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ സ്പോൺസേഴ്സിൻ്റെ അതിനപ്പുറമായിട്ട് അവർ കൈ കടത്തി ഇത് സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫെഡറേഷൻ പറയേണ്ട കാര്യങ്ങളോ അതെല്ലാം തന്നെ സ്പോൺസേഴ്സ് അതിലേക്ക് കടന്നു കയറി പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്.